ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ് ഷെയർ ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ലിനക്സ് കേണൽ. ടച്ച് സ്ക്രീൻ മൊബൈൽ ഡിവൈസസിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്. ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതിൻ്റെ കൊമേഴ്ഷ്യൽ മാർക്കറ്റർ എന്ന് പറയുന്നത് ഗൂഗിൾ കമ്പനിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റിൻ്റെ ബീറ്റ വേർഷൻ റിലീസ് ചെയ്തത് 2007 ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് കണ്ടീഷനിലുള്ള ആൻഡ്രോയിഡ് 1.0 റിലീസ് ചെയ്തത് സെപ്റ്റംബർ 2008. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു ഗുഡ് യൂസർ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ. അതുപോലെ CDMA കരിയർ ഡിവിഷൻ, മൾട്ടിപ്പിൾ ആക്സസ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. SQLite എന്ന് പറയുന്ന ഡാറ്റാബേസ് ആണ് ഇവിടെ സ്റ്റോറേജ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. H.263, H.264, MP3, MPEG-4, JPEG, GIF പോലെയുള്ള എല്ലാ മീഡിയ ടൈപ്പ് ഫയൽസിനെയും ആൻഡ്രോയിഡ് OSന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. SMS, MMS പോലുള്ള മെസ്സേജ് ഫോമാറ്റ്സും മൾട്ടി ടച്ച് ആൻഡ് മൾട്ടി ടാസ്കിങ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ആൻഡ്രോയിഡ് OS യൂസ് ചെയ്യാം. പലതരം വേർഷൻസ് ഓഫ് ആൻഡ്രോയിഡ് റിലീസായിട്ടുണ്ട്. ആൻഡ്രോയിഡ് 1.5 ടു ആൻഡ്രോയിഡ് 10 ആണ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഓരോ വേർഷനും ഓരോ ഇൻട്രസ്റ്റിംഗ് നെയിംസ് കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 1.5ന് വേറൊരു നെയിം എന്ന് പറയുന്നത് കപ്പ് കേക്ക്. അതുപോലെ ഓരോ വേർഷൻസിനും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓരോ നെയിം കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് OSന് മെയിനായിട്ടും 3 കമ്പോണൻസ് ആണുള്ളത്. ആപ്ലിക്കേഷൻ കമ്പോണൻസ്, യൂസർ ഇൻ്റർഫേസ് കമ്പോണൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പോണൻസ്. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ കമ്പോണൻസ് ആണ്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇതിൽ 4 സെക്ഷനാണുള്ളത്: ആക്ടിവിറ്റീസ്, സർവീസസ്, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് ആൻഡ് കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ്. ഈ 4 സെക്ഷനും കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായിട്ട് റൺ ആവുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സെക്ഷൻ യൂസറിന് ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ യൂസർ ഏതൊരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് OSൽ വർക്ക് ചെയ്യുമ്പോഴും അയാൾക്ക് വിസിബിളായിട്ട് കിട്ടുന്ന വ്യൂ എന്താണോ അതാണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻബോക്സിൽ നമ്മുടെ മെയിലുകൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. നമ്മളൊരു പുതിയതായിട്ടൊരു മെയിൽ ക്രിയേറ്റ് ചെയ്യാൻ കമ്പോസ് മെയിലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് ഒരു അതർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വ്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന കമ്പോണൻറ്റിന്. ഇതിൽ ഓരോ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും പ്രീഡിഫൈൻഡ് ആയിട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സസ് ആയിട്ട് വേണം ഇതിനെ ക്രിയേറ്റ് ചെയ്ത് പോകാൻ. രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സർവീസസ്. ഈ സർവീസസ് എന്ന് പറയുന്നത് ഒരു യൂസർ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യില്ല. കറണ്ട് ആപ്ലിക്കേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പോണൻ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ആവുന്നത് സർവീസസ് എന്ന് പറയുന്ന കമ്പോണൻ്റ് വർക്ക് ചെയ്യുമ്പോഴാണ് കിട്ടുക. ഇനി ഇവിടെ ഓരോ സർവീസസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും പ്രീഡിഫൈൻഡ് ആയിട്ട് സർവീസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ക്ലാസ് ഉണ്ട്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ ചൈൽഡ് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഓരോ സർവീസസും പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ. തേർഡ് വൺ എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ്. ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സും നമുക്ക് യൂസർ ഇൻ്റർഫേസ് ഒന്നും പ്രൊവൈഡ് ചെയ്യണില്ല. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള അതർ ആപ്ലിക്കേഷൻസിൻ്റെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മെസ്സേജ് റിസീവ് ആയി അല്ലെങ്കിൽ മെസ്സേജ് ഡെലിവർ ആയി എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരാം. പിന്നെ വൈഫൈ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈഫൈ കണക്ടിവിറ്റി അവൈലബിൾ ആണ് എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് വരാം. അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ ഡിവൈസ് തന്നെ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള വേറൊരു ആപ്ലിക്കേഷൻ്റെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനാണ് ഈ കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് കണ്ടൻറ്റ് പ്രൊവൈഡർ. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോർഡ് ഡാറ്റ ഐറ്റംസിനെ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ
നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ. ഇതിൽ ഡാറ്റാസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് SQLite എന്ന് പറയുന്ന റിലേഷണൽ ഡാറ്റാബേസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഒരു ഡാറ്റ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഡാറ്റ ഐറ്റത്തിലേക്കുള്ള കണക്ടിവിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന സെക്ഷനാണ് കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഈ 4 കമ്പോണൻസും കൺകറൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ that's all about this video. In the coming videos we'll discuss about UI components and communication components of Android operating system. Thank you.